എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ബഹിരാകാശത്ത് കടന്ന് തിത്തിത്താര കളിക്കുന്ന ഒരു ടീമാണ് കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി. ഒന്ന് തീരുമ്പോൾ ഒന്ന് വെയ് ഒന്ന് വെച്ചാൽ രണ്ട് വെച്ചാൽ നാല് വെച്ചാൽ 10 ആ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു കുടുംബത്തിൻ്റെ ബഹിരാകാശ പോക്കിരിക്കുന്നത്. നിലവിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയാകൃഷ്ണയുടെ അശ്വിൻ്റെ കൊച്ച്, ഈ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കൊച്ചിന് 3-4 ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ഒരു അവസരം കിട്ടിയ അതുല്യ പ്രതിഭയാണ് ആ കൊച്ചിന് ഇപ്പോൾ കിട്ടിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ബർത്ത്ഡേ ആഘോഷിച്ചു. നാട്ടിൽ ആഘോഷിക്കുന്നതിന് മുമ്പേ ദിയയും ഭർത്താവും അശ്വിനും കൂടെ മലേഷ്യയിൽ പോയിട്ട് അവിടെ ബർത്ത്ഡേ ആഘോഷിച്ചു. അവിടെ ബർത്ത്ഡേ ആഘോഷിച്ചതിൻ്റെ വ്ളോഗുകളാണ് ഇപ്പോൾ അവരുടെ ചാനലിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇന്നലെ 5-ാം തീയതിയിലെ എപ്പിസോഡ് അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിന് അവരിട്ടിരിക്കുന്ന പേര് പ്രൈവറ്റ് പാർട്ടി, പ്രൈവറ്റ് ബർത്ത്ഡേ പാർട്ടി എന്നാണ് അവരിട്ടിരിക്കുന്നത്. ഞാൻ ആലോചിച്ചത് എന്തോന്നാണ് ഈ പ്രൈവറ്റ് ബർത്ത്ഡേ പാർട്ടി, എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒരു സോഷ്യലി ഉള്ള ആളല്ല, സോഷ്യലി ഭയങ്കരമായിട്ട് മിങ്കിളാകുന്നൊരു പേഴ്സൺ അല്ല ഞാൻ. അപ്പോൾ എനിക്കും സ്വാഭാവികമായിട്ടും പ്രൈവറ്റായിട്ട് ഞാൻ എൻ്റെ ഫാമിലി അങ്ങനെ കൂടാനാണ് ഇഷ്ടം. അങ്ങനെ കൂടിയതല്ല ഈ പ്രൈവറ്റ് പാർട്ടി. നമുക്ക് ആ പ്രൈവറ്റ് പാർട്ടി ആദ്യം ഒന്ന് കാണാം. പാളി കേക്ക് പണിയെന്ന് ഒരു ഫ്ലോ അങ്ങോട്ട് പോയി, ഒരു ബട്ടർ സ്മൂത്ത് സാധനം പോയതാ, അത് അങ്ങോട്ട് പൊളിഞ്ഞ്. ആദ്യം ഇവർ റൂമിൽ വെച്ച് മോന് കേക്ക് മുറിച്ച് കൊടുത്ത് ആഘോഷിച്ചു. മോനെ ഊതറ എന്ന് പറഞ്ഞ് ആഘോഷിച്ചു. അതിനുശേഷം ഇവരേതോ അവിടെ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ കേക്കൊക്കെ വെച്ച് ആഘോഷിച്ചു. ഇവിടെ കേക്ക് വെച്ച് ആഘോഷിക്കുമ്പോൾ നിങ്ങൾ നോക്കുക, കുറച്ചധികം അവിടുത്തെ ജോലിക്കാർ ചുറ്റുമുണ്ട്. ഈ ടോപ്പിക്ക് വലിയ റിലവൻ്റ് ഒന്നും അല്ല കേട്ടോ, വെറും കുറ്റം പറച്ചിൽ, വെറും അപരാധം പറച്ചിൽ. അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം മുന്നോട്ട് കാണാം കേട്ടോ. വലിയ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുള്ളൊരു അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു റിലവൻസ് ഇല്ല, ചുമ്മാ വെറുതെ ഒരു കുറ്റം പറച്ചില്ല. ഓക്കെ, പക്ഷേ എന്തൊക്കെയോ ചെറിയ റിലവൻസ് വരും, അത് ഞാൻ പറയാം. അപ്പോൾ ഈ ഹോട്ടലിലെ ജോലിക്കാരൊക്കെ കൂടിയിരുന്നിട്ട് ഈ കൊച്ചിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്, കേക്കൊക്കെ മുറിച്ചിട്ട്. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. അതിനകത്ത് ദിയ ഉണ്ട്, ദിയയുടെ ഭർത്താവ് അശ്വിനുണ്ട്, ഇവരുടെ കുഞ്ഞുണ്ട്. ഈ കുഞ്ഞ് കൂടാതെ കേക്ക് സെർവ് ചെയ്യാനും ഇവരെ സെർവ് ചെയ്യാനും ഇവർക്കുള്ള സാധനങ്ങൾ കൊടുക്കാനും കേക്ക് കൊടുക്കാനും അതിൻ്റെ കവർ മൂടി മാറ്റാനും ഒക്കെ അവിടുത്തെ കുറച്ചധികം സ്റ്റാഫുകളുണ്ട്. അതായത് ഒരു ഓംബ്ര സെറ്റപ്പ്. കേക്കിൻ്റെ പേപ്പർ ഞാൻ തുറന്നേരാം, കത്ത് നമ്പടി ഞാൻ കത്തിക്കാം. ഇങ്ങനെ സെർവ് ചെയ്യുന്ന കുറച്ച് ആളുകൾ ഇവർക്ക് ചുറ്റുമുണ്ട്. ഓക്കെ, ഒരുപാട് ചേട്ടന്മാർ നിന്ന് കൈയൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ആവേശത്തിലാക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിന് നാട്ടിൽ വന്നതിന് ശേഷം മറ്റൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തായിരുന്നു. അത് ഭയങ്കര വിവാദമായിരുന്നു, നിങ്ങൾ ഒത്തിരി പേര് കണ്ടു കാണും, ഞാൻ കാണിക്കാം. ആ സാധനം ഇപ്പോൾ അവരുടെ ചാനലില്ല, ലൈഫ് ഓഫ് അനന്തിൻ്റെ ചാനലിൽ നിന്നും നമ്മൾ മോട്ടിച്ചൊരു ഭാഗമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇവർക്ക് സർപ്രൈസായിട്ട് ഫാമിലി ചേർന്നൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ കൊടുത്തു ഈ കുഞ്ഞിന്. ആ സെലിബ്രേഷനകത്ത് ഇവർ കുടുംബക്കാരും കുടുംബക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. കുടുംബക്കാരെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇവർക്ക് കുടുംബക്കാരെന്ന് പറയുന്നത് അവർ ഒരു വീട്ടിൽ താമസിക്കുന്നതിന് മാത്രമാണ്. പക്ഷേ ഇവരുടെ അപ്പച്ചി, കൊച്ചച്ചി, ഇളയച്ചി, മഞ്ചച്ചി ഒക്കെ ഉണ്ട്. അവരൊന്നും ഇവരങ്ങനെ വലിയ വാല്യൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ബർത്ത്ഡേ പാർട്ടിയിൽ ഇവരുടെ അച്ചാമ്മ വന്ന് പങ്കെടുക്കുന്നു. അച്ചാമ്മ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഇത്രയും പേര് ഒരേ ഡ്രസ് കോഡ് വിട്ട് മേക്കപ്പും ഇട്ട് സുന്ദരമായ ഫോട്ടോഗ്രാഫേഴ്സിനെ അറേഞ്ച് ചെയ്ത് കിടിലം ഫോട്ടോസ് കിട്ടാൻ നിൽക്കുമ്പോൾ അപ്പച്ചി ഒരു സാരി ഉടുത്തുകൊണ്ട് നമ്മുടെ ഫോട്ടോയിൽ വന്ന് കയറുന്നു. സോ എല്ലാ കുടുംബത്തിലും ഒരു അമ്മു വേണം എന്ന് പറഞ്ഞ് അഹാനെ വാഴ്ത്തി പാടിക്കൊണ്ടിരുന്ന സമയത്താണ് അഹാന അപ്പച്ചി ആ കൊച്ചിനെ ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് അപ്പച്ചി അങ്ങോട്ട് ഇനി അപ്പച്ചി അവിടെ ഇരുന്നു നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പച്ചി ഒഴിവാക്കിയൊരു സാധനം ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ആനന്ദിൻ്റെ ചാനലിൽ നിന്നും മോഷ്ടിച്ചതാണ് നമുക്ക് കാണാം. അപ്പച്ചി ഓടിച്ചുവിട്ട് അപ്പച്ചി അവിടെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട്
അപ്പച്ചിയെ ഓടിച്ചു വിട്ടു. ഇവരുടെ കുടുംബത്തിൽ സിന്ധു കൃഷ്ണ ഓർഡർ മറപ്പി കൃഷ്ണകുമാർ, സിന്ധു കൃഷ്ണ, അവരുടെ മക്കൾ, പിന്നെ കൊച്ചുമോൾ, ഇത്രയും പേരാണ് ഇവരുടെ ഒരു ഫാമിലി ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും പ്രൈവറ്റ് പാർട്ടിയിലേക്ക് വരാം. പ്രൈവറ്റ് പാർട്ടി സമയത്ത് OC അല്ലെങ്കിൽ ദിയ കൃഷ്ണ ഒരു എക്സ്പ്ലനേഷൻ നൽകി. എക്സ്പ്ലനേഷനകത്ത് ദിയ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, വ്യക്തമായി കേട്ടണം. ഇവിടുന്നെയാണ് ഇവിടെ ഈ സംഭവം കണ്ടന്റ് നമ്മൾ ഇവിടുന്നാണ് തുടങ്ങുന്നത്. നമുക്ക് ദിയ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. നവംബറിൽ വന്നിരുന്നു, എൻ്റെ ബ്ലോഗ് കണ്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇത്തവണ വന്നേക്കുന്നത് നമ്മുടെ ഓമിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത് 2 ദിവസത്തിലാണ് അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ എനിക്ക് നാട്ടിൽ വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറേ പേരെ വിളിക്കുന്നു. അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ച് തരുന്നില്ല. അറ്റ് ദിസ് പോയിന്റ് യുവർ ഓണർ, അവർ വരുന്നു, കുറേ ഫുഡൊക്കെ കഴിക്കുന്നു, കൊച്ചിനെ എടുത്തുകൊണ്ട് പോന്നു, തരുന്നില്ല. എൻ്റെ കൊച്ചിനെ കൊണ്ട് അവരങ്ങ് പോവും ആ വഴി കൂടെ. നമ്മൾ കഷ്ടപ്പെട്ട് പണി ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ കൊച്ചിനെ അവരെടുത്തോണ്ട് പോന്നു. ആരെടുത്തോണ്ട് പോന്നു? സ്വന്തക്കാരായിരിക്കണമല്ലോ, കൂട്ടുകാരായിരിക്കണമല്ലോ, അറിയാവുന്നവരായിരിക്കുമല്ലോ കുറഞ്ഞ വശമെങ്കിലും. അവരെടുത്തോണ്ട് തരത്തില്ല. എന്തുകൊണ്ടായിരിക്കും ഒരു കൊച്ചിനെ മറ്റൊരാൾ എടുത്തുകൊണ്ട് പോയി തരാത്തത്? അവരെന്നെ സ്നേഹിക്കുന്നു, കൊഞ്ചിക്കുന്നു, ലാളിക്കുന്നു. നമുക്കറിയാത്ത ഏതോ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് തരാതിരിക്കുമോ? നമുക്ക് ആ അവകാശം ഉണ്ടെന്ന് ചിന്തിക്കുന്നവരുടെ പിള്ളേരെ നമ്മളെടുത്തിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ അടുത്ത് ഈ ദിയ കൃഷ്ണ, കൃഷ്ണകുമാർ, സിന്ധു കൃഷ്ണ, ഇവരുടെ അടുത്തൊക്കെ ഈ സിന്ധു കൃഷ്ണകുമാർ എന്നൊക്കെ വിളിക്കുന്ന സ്നേഹമില്ലാഞ്ഞിട്ടല്ലോ കേട്ടോ. ഈ ദിയ തന്നെ ആണല്ലോ പറഞ്ഞത് വായലത്തൂടെ പോകുന്ന ചേച്ചീനൊന്നും അമ്മ എന്ന് വിളിക്കേണ്ട, അവരെ പേരം വിളിച്ചായിരുന്നു മറ്റേ കോൺട്രവേഴ്സി സമയത്ത്. അതുകൊണ്ടാട്ടോ. അപ്പം ഇവരെ കുറച്ച് ആളുകൾ ഭയങ്കര നമ്മുടെ ആൾ, നമ്മുടെ കൊച്ച് എന്നുള്ള ഒരു ഇതിലെടുക്കുന്നത്. ഇവരുടെ മനസ്സിലെന്തോ എൻ്റെ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയൊക്കെ തിരത്തുമില്ല ഉമ്മാര്, ആ ഒരു സെൻസിലാണ് ഇവരതിനെടുക്കുന്നത്. ഓക്കെ, പോയിന്റ് നമ്പർ 1 അത്. 2 കേൾക്കാം. ഒരു സിറ്റുവേഷനൊക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവന് എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവന് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി. അലമ്പ്, ഫാമിലി എടുത്തുകൊണ്ട് പോകുന്നത്, കൊഞ്ചിക്കുന്നത്, ഫാമിലിയെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് കേക്ക് മുറിക്കുന്ന അലമ്പ്. ഓക്കെ, അത് അവരുടെ ഒപ്പീനിയൻ ആയിരിക്കും. ഫാമിലി ഫ്രണ്ട്സും നോട്ട് ദിസ് പോയിന്റ്. അങ്ങനെ എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാവരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാനങ്ങനെ ഒരുപാട് അങ്ങനെ പാർട്ടീസൊക്കെ അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കത് പറ്റാറില്ല. ഞാൻ ഏറ്റാൽ ചെയ്യും. ഇപ്പം അഞ്ജലിയുടെ അതായത് നമ്മൾ ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റേ പോകാൻ പറ്റൂ. പരിപാടിയൊക്കെ തീർന്നിട്ട് ഈ സ്വന്തക്കാരും ബന്ധുക്കാരും ആ ആറുകൾ പോകുന്നവരെ നമ്മളവിടെ നിൽക്കണം. അവരെന്നിട്ട് നമ്മളോട് ബൈ പറഞ്ഞ് പോകും. അതായത് നമ്മളവിടെ നിൽക്കണം. നമുക്കൊരു പക്ഷേ ലാസ്റ്റ് ഞമ്മും കിട്ടും. അപ്പം നമ്മൾ അവർക്ക് സെർവ് ചെയ്യണം. എനിക്ക് ഈ കൂതറ പരിപാടി ഇഷ്ടമല്ല, അവരെന്നെ സെർവ് ചെയ്യട്ടെ. അതല്ലേ ഹീറോയിസം. അതാണ് കിടില സാധനം. അതാണ് നമ്മൾ കുറച്ച് മുമ്പേ കണ്ടത്. കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് അപ്പം അവർക്ക് നല്ല സന്തോഷമുണ്ട്. നമ്മൾ മറ്റൊരാളെ സെർവ് ചെയ്യുമ്പോൾ, നമ്മൾ മറ്റൊരാൾക്ക് ട്രീറ്റ് കൊടുക്കുമ്പോൾ, നമ്മൾ മറ്റൊരാൾക്ക് കെയർ കൊടുക്കുമ്പോൾ ഞാനെന്തിനാ അവർക്ക് ആ ഒരു സെറ്റപ്പിലാണ് അവരെടുക്കുന്നത്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ അത് ഞാൻ പറയുന്നില്ല. ഷവർ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പം ഞാൻ ഏറ്റ പരിപാടി, അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക്. പക്ഷേ ഇതിപ്പോൾ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് അത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അത് ആലോചിച്ചപ്പോൾ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. എല്ലാവരും വന്ന് കഴിച്ച് കൊച്ചിനെ എടുത്ത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. നമ്മൾ ലാസ്റ്റ് ആയിപ്പോൾ ഇത് ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അയ്യേ മോശം എന്ന് പറഞ്ഞാൽ മോശം. ഇതെനിക്ക് മറ്റേതായിട്ട് തോന്നുന്നത്. ഷമ്മി ഹീറോ ആ സെറ്റപ്പാണ് എനിക്ക് തോന്നുന്നത്. പ്രൈവറ്റ് പാർട്ടി നടത്തണോ, പബ്ലിക് പാർട്ടി നടത്തണോ, സ്വന്തക്കാരെ വിളിക്കണോ, ബന്ധുക്കാരെ വിളിക്കണോ, ഒറ്റയ്ക്ക് നടത്തണോ, പ്രൈവറ്റായിട്ട് റൂമിൽ ഇരുന്ന് നടത്തണോ, ഒക്കെ നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷേ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് ഇങ്ങനത്തേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അവതരിപ്പിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് കൂടുതലും സാധാരണക്കാരാണ്. പല ആൾക്കാരും ഒരു കാശിന് വേണ്ടിയിട്ട് ഓടുന്നവരും, കിട്ടുന്ന പൈസയ്ക്ക് കുടുംബത്തിനെ എല്ലാം കൂടെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നവരും, മക്കളുടെ സന്തോഷത്തിന് വേണ്ടി ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിലോട്ട് വിളിക്കുന്നവരും, അങ്ങനത്തെ ഫാമിലീസാണ് കൂടുതലും ഈ യൂട്യൂബിലൊക്കെ വ്ളോഗുകൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു പോഷ് ലൈഫ്, നിങ്ങളുടെ ഈ ഒരു കൾച്ചർ അവർക്ക് പിടിക്കണമെന്നില്ല. നമ്മൾ ഈ ഫോളോവേഴ്സിനപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുമ്പോഴത്തേനും പല തരത്തിലുള്ള വിമർശനങ്ങൾ വരും. ഞാൻ പറഞ്ഞേക്ക് ഇവരുടെ കമൻറ്റ് ബോക്സിലുള്ള കാര്യങ്ങളാട്ടോ, ഞാൻ സ്വന്തമായിട്ട് വായിച്ചെടുത്ത് പറയുന്ന സാധനങ്ങളൊന്നുമല്ല. അപ്പോൾ ഇതാണ് ബേസിക് പ്രശ്നം. നിങ്ങൾ പ്രൈവറ്റായിട്ടോ പബ്ലിക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും നടത്തിക്കോ. ഇത് നിങ്ങൾ ചിത്രീകരിച്ച് പുറത്തേക്ക് വിടുമ്പോഴത്തേനും കാണുന്ന ഒരുപാട് ആളുകൾക്ക് പല കാര്യങ്ങളും ഒഫൻഡഡ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം നിങ്ങളുടെ വ്യൂവർഷിപ്പ് ഭയങ്കര വലുതാണ്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ഭയങ്കര വലുതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഇവരെന്തോന്ന് ഇത് കാണിക്കുന്നത് എന്ന് തോന്നും. ഇതാണ് വിമർശനം. ഓക്കെ, ബാക്കിയേക്കാം.
അതൊക്കെ മാറ്റിവിടും. അപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ അതിനേക്കാൾ ഇപ്പം അശ്വിനായാലും അത് താല്പര്യമില്ല. അശ്വിനും ഇതുപോലെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ 3 പേരും എവിടെയെങ്കിലും ഇപ്പോൾ ബേബി ഇച്ചിരി വലുതായിട്ട് വെൻ ഹി റിമെമ്പേഴ്സ് ഓക്കെ അവൻ്റെ ബർത്ത്ഡേ ഇപ്പോൾ അവന് വേണ്ട കേക്ക് അങ്ങനെ വേണം, അവനെ ടോയ്സ് അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. അവൻ എങ്ങനെ പറയും? നമ്മൾ ഒരു സ്വഭാവത്തിലൂടെ ഒരു കൊച്ചിൻ്റെ വളർച്ചയെ, ആ കൊച്ചിൻ്റെ വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനസിക വികാസം എന്ന് പറയുന്നത് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന മാർഗത്തിൽ കൂടെ ആയിരിക്കില്ലേ പോകുന്നത്. അപ്പനും അമ്മയും എൻ്റെ ഒരു ഫ്രണ്ടുണ്ടേ, ഇരുഗതിക്കും പരഗതിയില്ലാത്തൊരുത്തനാ. അതിനൊന്ന് വീട്ടിലോട്ട് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, നീ അങ്ങനെ പറയുന്നില്ല കേട്ടോ പറയുന്നത്, അങ്ങനെ ഒരു പണക്കാരെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചിന് ഈ പാവപ്പെട്ട ആൾക്കാരോട് അതിനൊന്നും നമ്മുടെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല, ആ ഒരു സെറ്റപ്പ് ഉണ്ടാവത്തില്ലയോ. അപ്പം നിങ്ങളിപ്പോഴേ ഈ കൊച്ചിനെ പൊത്തി വളർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുമായിട്ട് അവരെ കൊച്ചിനെ എടുത്തുകൊണ്ട തരത്തിൽ അവർ പോയിട്ട് ആ ഒരു സെറ്റപ്പ് വളർത്തി കഴിഞ്ഞാൽ ആ കൊച്ചിനും അതേ മെൻറ്റാലിറ്റി ആയിരിക്കും അത് കണ്ടു വളരുന്നത്. അത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കാൻ നമുക്ക് അറിയാമല്ലോ, ഇച്ചിരി പൊളൈറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരുന്നു കേട്ടോ. നമുക്ക് ഒപ്പീനിയൻ പറയാനേ പറ്റത്തുള്ളൂ, നമുക്കല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എല്ലാവരെയും വിളിച്ച് അവനൊരു ഗിഫ്റ്റൊക്കെ കിട്ടട്ടെ, എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതിപ്പോൾ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവനാകെ വീട്ടിലുള്ള 1-2 ചട്ടിങ്കല്ലൊക്കെയാണ് അവനിഷ്ടം. ഓക്കെ, ഇതിനകത്തെ ബേസിക് ഒരു പോയിന്റ് എന്താണെന്നറിയുമോ, ഈ കൊച്ചിനെ മറ്റുള്ളവരുടെ കരങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊച്ചിനെ കൊണ്ട് അങ്ങ് പോകും. കൊച്ചിനെ കൊണ്ട് പോകും, പിന്നെ കൊച്ചിനെ തിരിച്ചു തരില്ല. ഈ അങ്ങനെ ഒരു പാർട്ടിക്ക് ബേസിക്കലി വിളിക്കുന്നത് ആരെയായിരിക്കും? ഈ ഇവരുടെ കുടുംബാംഗങ്ങളെ തന്നെയായിരിക്കും. ബേസിക്കലി ഇവർക്ക് പുച്ഛം കുടുംബാംഗങ്ങളെ തന്നെയാണ്. അത് കാണിക്കാനായിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ പ്രൈവറ്റ് പാർട്ടി ഉണ്ടല്ലോ, പ്രൈവറ്റ് പാർട്ടി സമയത്ത് ഇവർ കൊച്ചിനെ കൈമാറി മറ്റേ ഇങ്ങനെ കൈമാറി കളിക്കുന്നൊരു സാധനം ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ കൊച്ചിനെ കൊണ്ടുപോയതില്ല, കൊച്ചിനെ കൈത്തരാത്തതില്ല, കൊച്ചിനെ വല്ലവന്മാരും എടുക്കുന്നതില്ല. കാണാം ഇവ ആരെ കൊച്ചിനെ എടുത്തോണ്ടിരിക്കുന്ന ആരുവൻ അറിയത്തില്ല. ഓക്കെ, ഇതാരാ ഇപ്പൊ കൊച്ചിനെടുത്ത് ഈ പുള്ളിക്കാരനാരാ? യവന്മാരൊക്കെ ചോദിച്ച ഉടനെ കൊച്ചിനെ അങ്ങ് തരുമല്ലോ. യവന്മാരൊക്കെ ആരാ? യവന്മാരൊക്കെ അവിടുത്തെ സ്റ്റാഫ്. നമ്മുടെ താഴെ നമ്മളല്ല ഹോസ്റ്റ് ചെയ്യുന്നത്. അവന്മാർ നമ്മൾ പറയും കൊച്ചിനെ ഇടറ എന്ന് പറഞ്ഞാൽ അവർ തരും. പക്ഷേ സ്വന്തക്കാരോട് കൊച്ചിനെ ഇടറെന്ന് പറഞ്ഞാൽ പോ ചേച്ചി അവിടുന്ന്, ഞാൻ അവനെ ഒന്ന് സ്നേഹിക്കട്ടെ എന്ന് പറയും. ഇതാണ് ഇവരുടെ പ്രശ്നം. അതായത് നമ്മൾ ഭയങ്കര ഹൈ ഗ്രേഡ് ആളുകൾ, നീയൊക്കെ വെറും അങ്ങനെ അത്രേ ഉള്ളൂ. അതാണ് എനിക്ക് ബേസിക്കലി ഇതിനകത്തുനിന്ന് മനസ്സിലായ സാധനം. ഇതിനകത്ത് ഇവർ മലേഷ്യയിൽ പോയി എടുത്തിരിക്കുന്ന ഒരു വ്ളോഗാണ്. ഈ മലേഷ്യ പോയത് കംപ്ലീറ്റ്ലി ബഡ്ജറ്റ് ഹോളിഡേയ്സിൻ്റെ പ്രൊമോഷനാണ്. അവർക്ക് വേണ്ടി ചെയ്ത കുറേ വ്ളോഗുകൾ. അത് കുഴപ്പമൊന്നുമില്ല, അത് നല്ലതാണ്, അതൊക്കെ ചെയ്യട്ടെ. അപ്പോൾ കുഞ്ഞു പയ്യന്മാരെ ഇഷ്ടമാണ്, അതുകൊണ്ട് കുഞ്ഞു പയ്യന്മാരുടെ അടുത്തോട്ട് ഓടിപ്പോയെന്നാണ് പറയുന്നത്. ബേസിക്കലി നിങ്ങൾ ഒരു കുടുംബമായി വളർന്നു. ദിയ കൃഷ്ണ ആൻഡ് ഫാമിലി, ആ ഫാമിലിക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിക്കില്ല, ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അതുപോലൊപ്പം തന്നെ നിങ്ങൾ ഒത്തിരി പേർക്ക് അറിയാം, നിങ്ങൾ അത്യാവശ്യം സമ്പന്നതയുടെ മടുത്തിട്ട് നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെ പുച്ഛിക്കുമ്പോൾ, അവഹേളിക്കുമ്പോൾ അവർക്ക് മാനസികമായ ഒരു വിഷമങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ഇപ്പോൾ ഈ അപ്പച്ചീനെ നമ്മുടെ ഫ്രെയിമിൽ നിൽക്കാൻ അപ്പച്ചി ആപ്റ്റല്ല, അപ്പച്ചിപ്പോൾ എന്നൊരു സാധനമാണ് ആ ചെയ്തത്. അത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി. കമൻറ്റ് ബോക്സിൽ ഒത്തിരി പേര് പറയുന്നത്, അതായത് ഇവർ റെഗുലറായിട്ട് കാണുന്ന ഓഡിയൻസ് തന്നെ അത് പറയുന്നത്. സോ അപ്പച്ചിക്ക് അതെങ്ങനെ ഫീൽ ആയിട്ടുണ്ടാവും? നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഡസൻ ബോദർ അസ്. അതുപോലെ തന്നെ മറ്റേ ഇവരുടെ അമ്മൂമ്മ, അതായത് സിന്ധു കൃഷ്ണയുടെ അമ്മയുടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു, നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ അമ്മൂമ്മേനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറഞ്ചപ്പറഞ്ച തെറി വിളിക്കുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ചെരുപ്പൂരി അടിക്കുന്ന വീഡിയോ കിട്ടപ്പോഴത്തേനും അവരുടെ മനസ്സങ്ങനെ അത് നമ്മളറിയേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഗെയിമിൽ ജയിക്കുക, നമ്മളാണ് ടോപ്പ്, നമ്മളെ കിട്ടില്ല. സിനിമ താരത്തിൻ്റെ മകൾ, സീരിയൽ താരം, അഭിനേതാവ്, ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ, അതാണ് ബേസിക് ഒരു സാധനം. അതും തെറ്റൊന്നുമല്ല കേട്ടോ, അവർക്ക് അങ്ങനെ ജീവിക്കണം, അങ്ങനെ ജീവിക്കുക, അതിനൊന്നും നമ്മൾ തെറ്റു പറയുന്നില്ല. പക്ഷെ ഇത് പൊതുജനങ്ങളെ കാണിക്കുമ്പോൾ, പൊതുജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ ചില വിമർശനങ്ങളോട് വരും. ബേസിക്കലി ആ മക്കളെങ്കിലും ഫാമിലിക്കൊരു വില കൊടുത്ത് തങ്ങളെ മറ്റുള്ളവരെ, സഹജീവികളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക. അതായത് നമ്മൾ ഭയങ്കര കിടിലം, ആ ഒരു സാധനത്തിലൂടെ വളർത്തിക്കൊണ്ട് വരാതിരിക്കാൻ നോക്കുക. ബേസിക്കലി അവർ ഒരു ഡിഫീറ്റ് വന്നാൽ പോലും അവർക്ക് എടുക്കാൻ പറ്റാത്ത പോലെ ആവും. ഇതൊക്കെയാണ് സാധനം. അപ്പം നമ്മളൊക്കെ ഒരു പരിപാടി നടത്തുമ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമാണ്. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല. ഏത് കൂട്ടുകാർ? ഞങ്ങൾ ഫാമിലി, ഞങ്ങളാണല്ലോ നടുക്കുന്ന് കളിക്കുന്ന ആളുകൾ, ഞങ്ങൾ മെയിൻ
ബാക്കിയുള്ള എല്ലാവരും ഞങ്ങളെ ഓംബ്ര നിൽക്കുന്ന ആളുകൾ. ഇതാണ് സെറ്റപ്പ്. ഇപ്പോൾ ബേസിക്കലി ഈ ഒരു ദിയാകൃഷ്ണ ആൻഡ് ഫാമിലി, ദിയാകൃഷ്ണമല്ല കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി, അവരിൽ എനിക്ക് തോന്നിയൊരു പ്രശ്നം, അവരങ്ങനെ കള്ളം പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല പലപ്പോഴും, പല സാഹചര്യങ്ങൾ കണ്ടപ്പോഴും. പക്ഷേ കുറച്ചൊരു അഹങ്കാരം ഉണ്ടോ എന്നൊരു സംശയം. അവർക്ക് അഹങ്കരിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, അപ്പോൾ നമ്മളും തിരിച്ചു കാലി പറയുമല്ലോ, ഓൺലൈൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ഒരു വിഷയം. അപ്പോൾ ആ വീട്ടിലുള്ള ഏറ്റവും നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അഹാന കൃഷ്ണയാണ്. അഹാനയുടെയും മുഖം പൊടിഞ്ഞു വീഴുന്നു. ഏറ്റവും ഇളയ കൊച്ച് സബ്സ്ക്രിപ്ഷൻ അടിച്ച് അതിൻ്റെ മുഖവും പൊളിഞ്ഞു വീഴുന്നു. ദിയാകൃഷ്ണ അതിൻ്റെ മുഖവും പൊളിഞ്ഞു വീഴുന്നു. സിന്ധു കൃഷ്ണ അമ്മയായിട്ടുള്ള അതിൻ്റെ മുഖം പൊളിഞ്ഞു വീഴുന്നു. കൃഷ്ണകുമാർ പാർട്ടി പൊളിഞ്ഞു വീണിരിക്കുന്നു. ഒരു ഫാമിലിയിലുള്ള എല്ലാവരും ഒരേപോലെ വണ്ടർഫുൾ, ഫാൻറ്റാസ്റ്റിക്. അവർ മാത്രമാണ് അവരുടെ ഫാമിലി. അവരുടെ സ്വന്തക്കാരോ ബന്ധുക്കാരോ കൂട്ടുകാരോ എന്നെ കാണുന്നുണ്ടെങ്കിൽ അവരുടെ വഴിക്ക് വിട്ടേക്കുക. അവർ പാർട്ടിക്ക് വിളിക്കുന്നോ, നിങ്ങൾ ചെയ്തോ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. അതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങളുടെ അഭിമാനത്തിന്, നിങ്ങളുടെ ഒരു മാന്യതയ്ക്ക് അതായിരിക്കും ഏറ്റവും നല്ലത്. അവിടെ പോയി പട്ടി ഷോ കാണുകയും വേണം, പുച്ഛാവഹേളനം അനുഭവിക്കുകയും വേണം. അതിൽ നല്ലത് നമ്മൾ ഒഴിഞ്ഞു മാറി നമ്മുടെ വഴിക്ക് പോകുന്നില്ലേ. ഏതായാലും ഈ വീഡിയോ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറ്റൊരു ഡേറ്റാണ്.